ഇന്നൊരു സാൽമൺ ഫിഷ് തലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം എണ്ണയൊഴിച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചട്ടി ചെറുതായിട്ട് ഇളകുന്നതായിട്ട് തോന്നാം. അത് എൻ്റെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ പ്രശ്നമാണ്. അടിഭാഗം പരന്ന പാത്രങ്ങൾ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അത് ചട്ടി വെച്ചത് കൊണ്ടാണിത് നന്നായിട്ട് ഇളകുന്ന പോണക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മല്ലി, മുളക് പൊടി, ഈ കൂടുതലായിട്ട് കാണുന്നത് ഫിഷ് മസാലയാണ്. അതൊരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. മല്ലി ഒരു 1.5, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. ഇനി പൊടികളെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ. പ്രത്യേകിച്ച് ഈ ഫിഷ് മസാലയുടെ ശരിക്കും പച്ചമണം മാറണം. നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ടേസ്റ്റിനൊരു നല്ല വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട. അവസാനം നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ ചേർത്താൽ മതിയാവും. ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഞാൻ ഈ പുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ വെള്ളം കൂടി ഒന്ന് നന്നായിട്ട് പറ്റിച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുളിവെള്ളവും പുളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാൽമൺ ഫിഷിൻ്റെ തല ചേർക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കഷ്ണങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. സാൽമൺ ഫിഷിൻ്റെ കാര്യം നമുക്കറിയാം, അസാധ്യ ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത് കഴിച്ചാലും മുളകിട്ട് കഴിച്ചാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ തേങ്ങ അരച്ച് വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ മുളകിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാൽമൺ ഫിഷിന് ഒന്നാമത് ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ മുളകിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഫിഷ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.